അപ്പോൾ എല്ലാവർക്കും അന്വേഷണത്തിലോട്ട് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് പോകാൻ പോകുന്നൊരു അടിപൊളി സ്ഥലം കാണാൻ വേണ്ടിയിട്ടാണ്. പഞ്ചാബിൽ നിന്ന് ഡൽഹിയിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. പഞ്ചാബ് ആദംപൂരിൽ നിന്ന് ഒരു രാത്രി ഉണ്ട് അവിടെ എത്താൻ വേണ്ടിയിട്ട്. ഇക്കാൻ്റെ നാട്ടിൽ നിന്ന് കുറച്ച് ഇക്കാൻ്റെ ഫ്രണ്ട്സും ഭാര്യമാരൊക്കെ വന്നിട്ടുണ്ട് ഇവിടെ കറങ്ങാൻ വേണ്ടിയിട്ട്, ഡൽഹി കറങ്ങാൻ വേണ്ടിയിട്ട്. വന്ന ക്ഷണത്തിൽ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് കുളിച്ച് നല്ല ഫ്രഷായി ഹോട്ടലിൽ തിമിർത്തോണ്ടിരിക്കുന്ന കാഴ്ചയാണ് കേട്ടോ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കുട്ടികളുണ്ട് കേട്ടോ. എല്ലാവരും ഒരുപാട് നാളൊക്കെ ശേഷം കണ്ട ഒരു എക്സൈറ്റ്മെൻറ്റിലാണ് എല്ലാവരും ഇങ്ങനെ ഇരിക്കുന്നത്. ഒരു ഹോട്ടലിൽ മുറി കൊടുത്തതാണ്. കൂട്ടത്തിലെ ഏറ്റവും ചെറുത് പാത്തു, കുഞ്ഞ് ഐശു എന്ന് വിളിക്കൂ കേട്ടോ. അതുപോലെയല്ല കുറച്ചൊരു കുറുമ്പത്തിയാണ്. അവർ മക്കളൊക്കെ കളി തുടങ്ങിയിട്ടുണ്ട്. കൂട്ടത്തിലുള്ള രണ്ട് ചെറിയ ആൾക്കാരാണ് ഇപ്പോൾ കാണാം. അവിടെ ഫിനു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറുമ്പൊട്ടും മോശമല്ല. മക്കൾ വന്ന ക്ഷീണത്തിൽ പെൺകുട്ടികളെ കൂടെ കൂട്ടിയിട്ട് അന്വേഷണോടെ കൂട്ടിയിട്ട് മൊത്തം 6 പെൺകുട്ടികളാണുള്ളത്. വെക്കേഷൻ്റെ അവസാനത്തെ ഒരാഴ്ച അവരെല്ലാവരും ഇങ്ങനെ പൊളിച്ചടുക്കിക്കൊണ്ടിരിക്കുകയാണ് ഹോട്ടൽ മുറിയിൽ. എൻ്റെ പേര് അസ്കർ നിസാർ എന്നാണ്. അവരുടെ ഭാര്യമാരുടെ പേര് മുത്തു എന്ന് വിളിക്കും, സഫറി എന്ന് വിളിക്കും. മാക്സിമം എല്ലാ നാട്ടിലെ വെക്കേഷനും ഞങ്ങൾ ഒരുമിച്ചാണ് ടൂർ പോകാറ്, എങ്ങോട്ടാണെങ്കിലും. ആദ്യമായിട്ടാണ് ഇത്രയും ലോങ് ആയിട്ടുള്ള ഒരു ട്രിപ്പ് ഞങ്ങൾ പ്ലാൻ ചെയ്തത്. അതിന് ഞങ്ങൾ പഞ്ചാബിലായതുകൊണ്ട് പഞ്ചാബിൽ നിന്ന് തിരിച്ചു വരുന്ന വഴിക്ക് അവർ കൂടെ വന്നു ഡൽഹി കറങ്ങാൻ വേണ്ടിയിട്ട്. ഇനിയിപ്പോൾ ഒരാഴ്ച കൂടെ ഡൽഹി കറങ്ങിയിട്ട് വേണം ഞങ്ങൾക്ക് നാട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ട്. പെൺകുട്ടികളായതുകൊണ്ട് എന്താണെന്ന് വെച്ചാൽ മേക്കപ്പിനും ഡാൻസിനും ഒട്ടൊരു കുറവുമില്ല കേട്ടോ. ടിക്കറ്റ് കൊടുക്കാനാണ് അവളുടെ താത്താനോട് പറയണത്. റെഡി ആയിട്ട് ഇങ്ങനെ ഇറങ്ങിയിട്ടുണ്ട്, ഹോട്ടലിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. നമ്മൾ ഉച്ച സമയത്താണ് ഇറങ്ങുന്നത്. ഇവിടെ കഴിച്ചിട്ട് നമുക്ക് പുറത്ത് എവിടെയെങ്കിലും പോകാം, വൈകിട്ട് എവിടെയെങ്കിലും പോകാമെന്ന് വിചാരിച്ചിട്ടാണ് ഇറങ്ങിയത്. മലയാളി ഫുഡ് കിട്ടുന്ന ഒരുപാട് സ്ഥലങ്ങളുണ്ടെന്നറിയാം. അപ്പം അങ്ങനെയുള്ളൊരു സ്ഥലം തപ്പിയിട്ടാണ് ഇപ്പോൾ പോയത്. അപ്പോൾ അതിലോട്ട് പോകുന്നതിന് മുന്നേ അങ്ങനെ ഒരു കണ്ട കാഴ്ചകൾ ഇങ്ങനെ ഞാൻ ജസ്റ്റ് ഇങ്ങനെ വീഡിയോ എടുത്താണ്. അടുത്തെത്തി കണ്ടോ, അപ്പൂസ് ഹോട്ടൽ മലയാളത്തിലുള്ള ബോർഡ് കണ്ടോ. ഇവിടുന്ന് ഒരുപാട് ഹോട്ടലുകളും ഒരുപാട് എന്താ പറയുക, നമ്മൾ കേരളത്തിലെത്തിയതൊരു പ്രതീതിയാണ് ഇവിടെ കാണുന്നത്. ഈ സ്ഥലത്തിൻ്റെ പേര് INA മാർക്കറ്റ്. ഇവിടെ ഒരുപാട് ഹോട്ടലുകളും മറ്റൊക്കെ ഉണ്ട് കേട്ടോ. എല്ലാവരും അവർക്ക് ഇഷ്ടപ്പെട്ട ഓർഡർ ചെയ്തിട്ടുണ്ട്. ബിരിയാണി ഉണ്ട്, സാദാ ചോറുണ്ട്, പൊറോട്ട ഉണ്ട്, എല്ലാ സംഭവങ്ങളും ഉണ്ട്. പക്ഷേ ബിരിയാണിയൊക്കെ എനിക്കൊണ്ട് കുറച്ച് ഭയങ്കര സ്പൈസിയാണെന്ന് തോന്നുന്നു. നാടൻ ചോറ് നല്ല അടിപൊളി ചോറാണ്. നല്ല മീനും കൂട്ടിയിട്ട് നല്ല ഊണുണ്ട്, പൊറോട്ട ഉണ്ട്, ബീഫ് കിട്ടും, എല്ലാം നല്ല അടിപൊളി, നല്ല ടേസ്റ്റ് ഉണ്ട്. ഇക്ക പറയുണ്ടായിരുന്നു ഇതിൻ്റെ ബാക്ക് സൈഡിലൊക്കെ ഒരുപാട് നമ്മുടെ നാട്ടിലുള്ള ഒരുപാട് കടകളും മറ്റുമൊക്കെ ഉണ്ട്, ഒരുപാട് സ്റ്റോറുകളും മറ്റൊക്കെ ഉണ്ടെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു. ഓക്കെ, അങ്ങനെ നമ്മൾ സ്ഥലത്തെത്തി. ഞങ്ങൾ ഇന്ന് പോകാൻ പോകുന്നത് കുത്തുബ് മിനാർ കാണാൻ വേണ്ടിയിട്ടാണ്. ഇതിൽ നല്ല ചൂടാണ്. ഞങ്ങൾ ചെന്ന സമയത്ത് 45 ഡിഗ്രി ചൂടുണ്ടായിരുന്ന സമയത്ത്. സാധാരണ ഈ ടൈമിൽ ആരും അങ്ങനെ ഡൽഹി കറങ്ങാൻ വേണ്ടിയിട്ട് വരാറില്ല. പക്ഷേ വെക്കേഷൻ്റെ സമയത്തല്ലേ നമുക്ക് വരാൻ പറ്റുള്ളൂ. അങ്ങനെ കുത്തുബ് മിനാർ കാണാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഇന്ന് ഇറങ്ങിയിട്ടുള്ളത്. ഇന്ന് ഫസ്റ്റത്തെ ഡൽഹിയിലെ ട്രിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുത്തുബ് മിനാറാണ്. അതോട്ടുള്ള എൻട്രിയാണ്. എല്ലാവരും ഇങ്ങനെ ഫോട്ടോ ഒക്കെ കൊണ്ടിട്ടൊക്കെ ഇങ്ങനെ പോസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അന്വേഷിച്ചൊക്കെ എല്ലാവരും കൂളിംഗ് ഗ്ലാസും തൊപ്പി കിട്ടിയിട്ട് നല്ല ചൂടാണ് കേട്ടോ. മറ്റേതെന്ന് വെച്ചാൽ ആകെ 1-2 കുപ്പി മാത്രമേ വെള്ളം കൊണ്ടുവന്നിട്ടുള്ളൂ. ഞങ്ങൾ ബാഗിനകത്ത് വലിയൊരു അബദ്ധമായിപ്പോയി. മക്കൾക്ക് ഇവിടെ എത്തിയതിന് മുന്നേ തന്നെ ദാഹം തുടങ്ങിയിട്ടുണ്ട്. ഇതാണ് കുത്തുബ് മിനാർ. കുത്തുബ് മിനാറിൻ്റെ ഹൈറ്റ് കാണുന്നുണ്ടോ? ഞാൻ കുറച്ച് ഹിസ്റ്ററി പറഞ്ഞ് വെറുപ്പിക്കട്ടെ. ഇതുകൊണ്ട് നിർമ്മിച്ച ഏറ്റവും ഉയരമേറിയിട്ടുള്ളൊരു മിനാറാണ് കുത്തുബ് മിനാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. യുനെസ്കോയുടെ ലോക പൈതൃക കേന്ദ്രങ്ങളുടെ പട്ടികയിൽ കുത്തുബ് മിനാർ ഉൾപ്പെട്ടിട്ടുണ്ട്. 72.5 മീറ്റർ ഉയരമുള്ള ഈ ഗോപുരത്തിൻ്റെ മുകളിലോട്ട് കയറാൻ വേണ്ടിയിട്ട് 399 പടികളാണ് ഉള്ളത്. 1199 ദില്ലിയിലെ സുൽത്താനായിട്ടുണ്ടായിരുന്ന കുത്തുബുദ്ദീൻ ഐബക്ക് ആയിരുന്നു ഈ മിനാറിൻ്റെ ആദ്യ നില പണികഴിപ്പിച്ചത്. ഗോറി സാമ്രാജ്യത്തിൻ്റെ കാലത്ത് അഫ്ഗാനിസ്ഥാനിൽ പലയിടത്തും ഇത്തരത്തിലുള്ള ഗോപുരങ്ങൾ നിർമ്മിക്കപ്പെട്ടിട്ടുണ്ട്. ഇതിൽ നിന്നും ആശയം ഉൾക്കൊണ്ടാണ് ഗോറികളുടെ അടിമയായിരുന്ന കുത്തുബുദ്ദീൻ ഐബക്ക് ഈ ഗോപുരം നിർമ്മിച്ചത്. കുത്തുബുദ്ദീൻ ഐബക്ക് പണിത ആദ്യ നിലയുടെ ചുമരിൽ അറബി വാചകങ്ങൾ ഒരുപാട് കുത്തിവെച്ചിട്ടുണ്ട്. പിന്നെ ഏറ്റവും മുകളിലെ 2 നിലകൾ ഒഴിച്ച് ബാക്കിയുള്ള എല്ലാ നിലകളിലും ചുവന്ന മണൽക്കല്ലിൻ്റെ കട്ടകൾ കൊണ്ടാണ് നിർമ്മിച്ചിട്ടുള്ളത്. ഇത് ആദ്യകാലത്തൊക്കെ ഇതിൻ്റെ ഉള്ളിനകത്തോട്ട് നമുക്ക് കയറാൻ പറ്റുന്നുണ്ടായിരുന്നു അത്രേ. പക്ഷേ 1980 പിന്നെ വൈദ്യുതി തകരാറിനെ തുടർന്നുണ്ടായ തിക്കിലും തിരക്കിലും പെട്ടിട്ട് 25 കുട്ടികൾ 1980 ഈ കുത്തുബ് മിനാറിനുള്ളിലും മരിച്ചു എന്നാണ് പറയണത്. അതിന് ശേഷമാണ് പിന്നെ മിനാറിനകത്തോട്ട് സന്ദർശകരെ പ്രവേശിപ്പിക്കുന്നത് നിർത്തിയത്. പക്ഷേ അതിന് മുന്നൊക്കെ എന്ന് വെച്ചാൽ പിന്നെ മിനാറിൻ്റെ ഏറ്റവും മുകളിൽ കയറിയിട്ട് പല ആളുകളും പിന്നെ സൂയിസൈഡ് ചെയ്തിട്ടുണ്ടെന്നൊക്കെയാണ് ചരിത്രം പറയണത്. 5 നിലകളിലായിട്ടാണ് ഈ കുത്തുബ് മിനാറിൻ്റെ പണി പൂർത്തിയാക്കിയിട്ടുള്ളത്.
എന്നാൽ വേറെ കാര്യം പറയട്ടെ, ഇത്രയും ഹൈറ്റ് കുത്തുബ് മിനാർ ഉണ്ടെങ്കിൽ പോലും താജ്മഹലാണ് ഏറ്റവും വലുതെന്നാണ് പിന്നെ കണക്കുകൾ സൂചിപ്പിക്കുന്നത് കേട്ടോ. 1992 കുത്തുബുദ്ദീൻ ഐബക്കാണ് ഇതിൻ്റെ പ്രവർത്തനം ആരംഭിച്ചതിൻ്റെ നിർമ്മാണം ആരംഭിച്ചതെന്ന് ഞാൻ പറഞ്ഞല്ലോ. പക്ഷേ പിന്നീട് വന്ന മറ്റു പല ഭരണാധികാരികളും മറ്റു നിലകൾ കൂടി കൂട്ടിച്ചേർക്കുകയും ചെയ്തു. അങ്ങനെയാണ് 5 നിലകളായിട്ട് മാറിയത്. ചരിത്രപരമായിട്ടുള്ള ഈ സ്ഥലം ആഴ്ചയിൽ എല്ലാ ദിവസവും തുറന്നിട്ടുണ്ടാവും. ചൂടായിട്ട് പോലും ഈ ഒരു 45 ഡിഗ്രി ചൂടത്തും ഇവിടെ വരുന്ന സന്ദർശകർക്ക് യാതൊരു കുറവില്ല എന്നുള്ളതാണ്. ഒരുപാട് മലയാളീസിനെയും കണ്ടു ഞങ്ങൾ. നിറയെ ഫോട്ടോസ് എടുത്ത് നല്ല ഭംഗിയുള്ള ലൊക്കേഷൻ, നല്ല രസം ഉണ്ടായിരുന്നതുകൊണ്ട് ഒരുപാട് കുറേ ഫോട്ടോസൊക്കെ എടുത്തു. മിനാർ പറയുമ്പോഴേ നമ്മൾ പേരെടുത്ത് പറയേണ്ട മറ്റൊരു പേരാണ് ഇൽത്തുമിഷ്. നമ്മൾ പണ്ട് ഹിസ്റ്ററിയിലൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതായത് ഇന്ത്യയെ ഭരിച്ച അടിമവംശത്തിലെ സുൽത്താനാണ് ഇൽത്തുമിഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അദ്ദേഹത്തെ പറ്റി പറയുകയാണെങ്കിൽ പണ്ട് ഗോത്രത്തലവനായിരുന്നു ഇദ്ദേഹത്തിൻ്റെ പിതാവ്. അദ്ദേഹത്തിൻ്റെ മറ്റു മക്കളേക്കാൾ ബുദ്ധി കൊണ്ടും സൗന്ദര്യം കൊണ്ടും ഒക്കെ മിടുക്കനായിരുന്നു ഇൽത്തുമിഷ്. അപ്പം സ്വാഭാവികമായിട്ടും മറ്റു മക്കൾക്ക് ഭയങ്കരമായിട്ട് അസൂയ ഉണ്ടായിട്ട് ഈ അസൂയ കാരണം ഇദ്ദേഹത്തിൻ്റെ മറ്റു മക്കൾ ഒരു വ്യാപാരിക്കും ഇയാളെ വിൽക്കേണ്ടത്, ഇൽത്തുമിഷിനെ വിറ്റു. അങ്ങനെ പലതവണ കൈമാറി അവസാനം കുത്തുബുദ്ദീൻ ഐബക്കിൻ്റെ കയ്യിലെത്തി. അന്നത്തെ ഡൽഹി സുൽത്താനാണ് കുത്തുബുദ്ദീൻ ഐബക്ക് എന്ന് ഓർക്കണം. ഇൽത്തുമിഷിൻ്റെ ബുദ്ധി പാടവത്തിൽ മതിപ്പ് തോന്നിയിട്ടുള്ള കുത്തുബുദ്ദീൻ ഐബക്ക് അദ്ദേഹത്തെ ഗവർണറാക്കുകയും അദ്ദേഹത്തിൻ്റെ മകളെ വിവാഹം ചെയ്തു കൊടുക്കുകയും ചെയ്തു. പിന്നീട് കുറേ കാലങ്ങൾ കഴിഞ്ഞിട്ട് കുത്തുബുദ്ദീൻ ഐബക്കിൻ്റെ മരണശേഷം അദ്ദേഹത്തിൻ്റെ മകൻ ആരം ഷായെയാണ് അവിടുത്തെ ആളുകൾ സുൽത്താനായിട്ട് വായിച്ചത്. പക്ഷേ അദ്ദേഹത്തെ സുൽത്താനായിട്ട് വായിച്ചെങ്കിലും അദ്ദേഹം ഭയങ്കര ആഡംബരപ്രിയനായിരുന്നു എന്നാണ് പറയണത്. ആഡംബരപ്രിയനായ ആരം ഷാക്ക് ഭരണത്തിനുള്ള ഒരു യോഗ്യത ഉണ്ടായിരുന്നില്ല. പിന്നീട് 1211 ആരം ഷായും അതുപോലെ തന്നെ ഇൽത്തുമിഷും യമുനയുടെ തീരത്ത് വെച്ചിട്ട് ഏറ്റുമുട്ടുകയും അങ്ങനെ യുദ്ധത്തിൽ ഇൽത്തുമിഷ് ജയിക്കുകയുണ്ടായി. അടിമ വംശത്തിൻ്റെ 2ാമത്തെ സുൽത്താനായിട്ട് ഇൽത്തുമിഷ് മാറുകയുണ്ടായി. കുത്തുബ് മിനാറിൻ്റെ 1ാം നില പണി കഴിപ്പിച്ചത് കുത്തുബുദ്ദീൻ ഐബക്കാണ്. ബാക്കിയുള്ള 4 നിലകളും പണി തീർത്തത് ഇൽത്തുമിഷാണ്. ഇവരുടെ എല്ലാവരുടെയും കബറിടങ്ങളും ഇവിടെ തന്നെയാണ് കേട്ടോ. അതെങ്കിലും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് ഉടനെ വരാം.